കലാസ്നേഹികളെ, പൊതുവെ ഈ അണലി എന്ന് പറഞ്ഞ പാമ്പ് പിടുത്തക്കാരുടെ മനസ്സ് വരെ ഒന്ന് ചുളുങ്ങും, മോന്ത വരെ ഒന്ന് മടങ്ങും. 360 സാർ ഇത്തിരി ഡേഞ്ചർ ആണല്ലോ. അത്രയും ഭീകരനായ ഒരു ജീവിയുടെ പേരെടുത്തൊരു സിനിമയ്ക്ക് തന്നെ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ഒരു പരനാരത്തരം നാണക്കേട് ഇനി അണലിക്ക് വരാനില്ല ഇതിനേക്കാളും വരിക. അപ്പൊ വരും ഗൈസ്, നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. പടം ആരംഭിക്കുമ്പോൾ ഒരു കൂട്ടം പേലകൾ ഒത്തുകൂടി പരസ്പരം സാർ വിളിച്ച് കളിക്കും. സർ 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 പ്രസന്റ് സാർ. പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും. ഇത് നമ്മുടെ അച്ഛനും അമ്മയും മാത്രമാണ് നമ്മളെ കാണുന്നതിന് മുൻപ് നമുക്ക് സ്നേഹം തന്നത്. അയ്യോ, സുരേഷ് ഏട്ടന്റെ സൗണ്ടിന്റെ യഥാർത്ഥ ഉടമ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കേന്ദ്രമന്ത്രി സുരേഷ് ഏട്ടൻ ഇദ്ദേഹത്തിന്റെ സ്വന്തം ശബ്ദം അടിച്ചു മാറ്റി സുരേഷ് ഏട്ടന്റെ ശബ്ദമാണെന്ന് പറഞ്ഞാണ് ജീവിക്കുന്നത്. സുരേഷ് ഗോപിയുടെ തൊണ്ട താനാണെന്ന് പറഞ്ഞു നടന്ന ആ പഴയ കാലത്ത് ഞാനന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇവരെല്ലാം കൂടി ഒത്തുകൂടി നാട്ടിൽ ഇന്നോവേറ്റീവായി ഗുണ്ടകളും കൊള്ളക്കാരും ഒന്നും ചെയ്യാത്ത നവീന ആശയം നാട്ടിൽ നടപ്പാക്കാനായി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന 2 പേർ. വെള്ളിമൂങ്ങ, ഇരുതല മോരി, വലംപിരി ശംഖ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മലദ്വാർ ഗോൾഡും. ഇത്തരം നവീനമായ ഇന്ത്യയുടെ GDPക്ക് വളരെ വ്യക്തമായ സംഭാവന ചെയ്യുന്ന ബിസിനസ്സുകൾ കെട്ടിപ്പടുത്തുയർത്താൻ ശ്രമിക്കുന്ന 2 ചെറുപ്പക്കാരെ പിടിച്ച് ജയിലിടാൻ ശ്രമിക്കുന്ന പോലീസുകാർ എത്ര നീചരാണ്. അടുത്തിടെയായിട്ട് ഇവൻ മനുഷ്യക്കടുത്ത് കൊല, കൊള്ള തുടങ്ങിയ ആക്ടിവിറ്റീസിലും ഏർപ്പെട്ടിട്ടുണ്ട് സർ. ലാൽചേട്ടയുടെ സ്നേഹം കിട്ടിയ ശേഷം മനുഷ്യക്കടുത്ത് കൊല, കൊള്ള തുടങ്ങിയ കേസുകളിലൊന്നും ഇവന്റെ പേര് വന്നിട്ടില്ല സർ. എടാ, കാണാതെ പഠിച്ച് ഡയലോഗ് പറയണാടാ. പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. മാത്രമല്ല ഇവന്മാർ ജനമൈത്രി പോലീസാണ്. ഗുണ്ടകൾക്ക് പോലും ബഹുമാനം കൊടുത്ത് മാത്രമേ അവർ അഭിസംബോധന ചെയ്യൂ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു വലിയ അസൈൻമെന്റ് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സർ, ക്രിമിനൽ അല്ലേ അവൻ? കൊള്ളാം മോനെ, നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഇനി എന്തേലും വ്യത്യസ്തമായ ഒരു എൻട്രി ചെയ്യണമെന്ന് നായികയ്ക്ക് ഒരേ വാശി. നായികയാണല്ലോ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. ഈ പടം 3Dയിലാണ് റിലീസ് ചെയ്തത്. അപ്പൊ നായികയുടെ ഇൻട്രൊഡക്ഷൻ തലകുത്തി കിടന്നാണ്. അപ്പൊ അന്നേരം തിയേറ്ററിൽ ഇരിക്കുന്നവരുടെ കസേരയും തലകുത്തി. ചെങ്കണ്ണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ണിനകത്ത് വരുന്ന ചുവപ്പ് നിറവും വെള്ളവും അസ്വസ്ഥതയും നിറഞ്ഞ ഒരു രോഗമാണ്. ഈ സീൻ കഴിഞ്ഞ് നായിക 3 ദിവസം ICUലായിരുന്നു. വേറെ ഒന്നുമല്ല, വാതറന്നപ്പോ കുടലെങ്കിൽ വെളിയിൽ പോയത്. പിന്നെ അതെടുത്ത് വീണ്ടും അകത്തോട്ട് ശരിയാക്കണ്ടേ. എങ്ങനെയാണ് നമ്മുടെ നായിക ഈ അവസ്ഥയിലായതെന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് ഫ്ലാഷിലോട്ട് ബാക്ക് ആവണം. ഒരു ബസ്സിൽ മുല്ലപ്പൂവും പാട്ടും കേട്ടൊരു കുട്ടിയുമായി കലയുടെ ബസ്സിൽ യാത്ര ചെയ്യവേ പടത്തിലാണെങ്കിൽ ആകെ ബജറ്റ് കുറയ്ക്കാൻ 2 ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ. ഒന്നൊരു ഹാർബർ, പക്ഷെങ്കിൽ അത് ഹാർബർ അല്ല, പഴയ ഏതോ കഞ്ഞിപ്പൂര്. അടുത്തതൊരു ബസ് സ്റ്റാൻഡും അവിടുത്തെ ഒരു കഫേയും. അങ്ങനെ തന്നെ ഡെസ്റ്റിനേഷൻ എത്തിയ നായിക ഒരു ഓട്ടോ പിടിച്ച് കൂട്ടുകാരുടെ വീട്ടിൽ എത്താമെന്ന് കരുതും. അപ്പോഴേ 1 കിലോമീറ്റർ പോവാ 800. ആ സാറ് വിളിക്കൊരു 200 രൂപ കുറച്ച് 800 രൂപയാകും മാഡം. ശരി, ഈ നാട്ടിലൊക്കെ ഓട്ടം പിടിക്കുന്നവർക്ക് ഓട്ടോയും കൊടുക്കൂ. 800 രൂപ ഇല്ലല്ലോ ഓട്ടോയ്ക്ക് മൊത്തത്തിൽ. അവനെ കൂടെ ചേർത്തായിരിക്കും വില പറഞ്ഞത്. ചേടാ, നിനക്കൊക്കെ ഗഡ്കരിയുടെ E20 കിട്ടല്ലേ? പിന്നെ എന്തായാലും ഇത്ര വിലക്കയറ്റം? ഹാർബറിൽ ഇരുന്ന ബിരിയാണി ഓട്ടോ പിടിച്ച് വിടക്കായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതാണ് ഈ പടത്തിൽ ചേച്ചി പിടിച്ച ഏറ്റവും വലിയ വള്ളി. ശരി, വരട്ടെ, നമുക്ക് കുറച്ച് വില്ലന്റെ ക്രൂരതകൾ കാണാം. വില്ലന്റെ മുഖം കണ്ടില്ലല്ലോ. ഒരു അഴുക്ക കൈലി. ഞാൻ സെക്രട്ടറിന്റെ മുന്നിലാണ് പോയി. നാട്ടുകാർ 10 ചില്ലറ കാശെങ്കിലും തരും. വില്ലനാണ് അത്ര. ഇതേ രൂപത്തിലുള്ള ആൾക്കാർ അവിടെ നിന്ന് തമിഴ്നാട്, കേരളത്തിലെ കൊലവണ്ടിയിൽ വരണ കാണാം. അല്ല വെയിറ്റ്, ഇതിലല്ല, അവരല്ല. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ തുറന്നു പറയാം. என்னுடைய பார்வை கழுகு பார்வை தெரிஞ்சுக்கோ. Same but different. ഡിഫറന്റ് ഒന്നും അല്ല, സെയിം തന്നെ. ഇവൻ ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയാണ്. രൂപം കൊണ്ടവൻ ബംഗ്ലാദേശിയും ശബ്ദം കൊണ്ടവൻ അർജുൻ ദാസും ആണെന്നാണ് വിചാരം. ഇറങ്ങി വരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ വലിച്ചു കയറ്റി. ഇറങ്ങി വരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ വലിച്ചു കയറ്റി. സംസാരിക്കുമ്പോ കൂർക്കം വലിക്കണ എന്തോ അസുഖമാണ് ഇവന്. ആൻഡ് ആൾസോ സെർട്ടൈൻലി ഇവൻ ഇവിടെ കാറ്ററിംഗ് സർവീസ് കൂടിയുണ്ട്. അല്ലാതെ ഈ
ഇത്രയും വലിയ അണ്ടാവും പാത്രമൊക്കെ പിന്നെ അൽഹാജ കേറ്ററിംഗ് സർവീസ് നിന്റെ അല്ലേടാ. ഇനി നോക്കണം നിങ്ങൾ കഥയുടെ ഒരു ലേഹ്യം. പാതിരാത്രി സവാരിയുമായി പോകുന്ന ഓട്ടോക്കാരന് ഒരു ബിരിയാണി വാങ്ങാൻ മോഹം. അവന്റെ ഭാര്യയ്ക്ക് കുട്ടികളില്ലാന്ന്, ഐ മീൻ അവനും ഇല്ല. അതുകൊണ്ട് അവന്റെ ഭാര്യനെ അവൻ കുട്ടിയായിട്ടാണ് കാണുന്നതെന്ന്. അപ്പൊ ആ കൊച്ചു കുട്ടിയുടെ ആഗ്രഹമാണ് രാത്രി ഒരു ബിരിയാണി അങ്ങ് കയറ്റണമെന്ന്. ബിസ്ക്കറ്റ് തിന്നാൻ കൊതിക്കുന്ന പട്ടിയെയും ബിരിയാണി മോഹിക്കുന്ന കുട്ടിയെയും യാതൊരു കാരണവശാലും നിരാശപ്പെടുത്തരുതെന്നാണ് കോൺസ്റ്റിപ്പേഷന്റെ 52-ാം ഘടകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ തവക്കൽത്തു എന്ന് പറഞ്ഞ അവൻ ബിരിയാണി വാങ്ങാൻ നേരെ വില്ലന്റെ കോട്ടയിലോട്ടൊക്കെ ചെന്ന് കയറും. പക്ഷേ ഈ നായിക സമ്മതിക്കില്ല. പാതിരാത്രിയൊക്കെ ബിരിയാണി ഇടുന്നത് അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ബയോളജിയൊക്കെ തകർക്കാൻ ശ്രമിക്കുമെന്ന് പറയാൻ ശ്രമിക്കുമെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി അവന്റെ സെന്റി വിശാല വൃക്കയുള്ള നായിക വീഴും. എനിക്കും എന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങളില്ല മാഡം. എന്റെ ഭാര്യ എനിക്കൊരു കുഞ്ഞിനെ പോലെയാ. ബിരിയാണി വാങ്ങിച്ചു വരാന്ന് അവളോട് ഞാൻ പറഞ്ഞുപോയി. വാങ്ങിക്കാതെ പോയാൽ അവൾക്ക് വിഷമമാവും. അല്ലടാ ഈ പാതിരാത്രി ഇവ എന്തിനാണ് അണ്ടാവില് ബിരിയാണി വയ്ക്കണം? പിന്നെ വെച്ച ബിരിയാണി മുഴുവൻ ദിനോസറുകളെ പോലെ അവൻ ഒറ്റയ്ക്ക് തിന്നില്ല. അവൻ നാട്ടിലുള്ളവർ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കും. വില്ലനാണെങ്കിലും അവനൊരു പാസം പിടിച്ച വില്ലനാണ്. ശരിക്കും എന്തിനാണ് അവിടെ ബിരിയാണി വെക്കുന്നതെന്ന് അറിയാം. അവനൊരു ഉറ്റ സുഹൃത്തുണ്ട്. അവർ ജാസിയും ആഷിയും പോലെയാണ്. അവർ ചൈൽഡ്ഹുഡ് മുതൽ പ്ലേമേറ്റ്സ് ആണ്. അവന്റെ ബർത്ത്ഡേ ആണ്. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം. അതിനല്ല നാട്ടിലുള്ളവർക്കെല്ലാം അവൻ ബിരിയാണി വെച്ച് കൊടുക്കും. പിന്നെ ഒരു ബർത്ത്ഡേ ആയിട്ട് ഉറ്റ കളിക്കൂട്ടുകാരനോട് എന്തായിരിക്കും സുഹൃത്തായ ഇവൻ ചോദിക്കുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? അതെന്തായാലും നിങ്ങൾ ഊഹിക്കില്ല, ഞാൻ ഊഹിച്ചില്ല. എന്റെ ഈ താടിയും മീശയും കാരണം നിന്റെ ചിരി നേരെ കാണുന്നില്ല. എനിക്കെന്റെ പഴയ ലാൽ ചേട്ടനെ കാണണം. പറ്റുമോ നിന്നെ കൊണ്ട്? ബിരിയാണി കുറച്ച് അർജന്റായിട്ട് ആവശ്യമുണ്ടായിരുന്നു. തന്നെങ്കിൽ എനിക്ക് പോയായിരുന്നു കേട്ടോ. ഈടാ നിനക്ക് കുറച്ചെങ്കിലും അയിമാന്യം ഉണ്ടാടാ. 2 പോർവാഴകൾ ഇവിടെ പഴക്കം കൂടിയ കഴപ്പ് ഇറക്കി വെക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നിനക്ക് ബിരിയാണി വേണോടാ. ഇടി. അതേസമയം ഒരു ബിരിയാണിക്ക് ഇത്രയും സമയമോ? ഇതെന്ത് പാരഗൺ ഹോട്ടലാന്നും പറഞ്ഞ് നായിക ഓട്ടോ ഡ്രൈവറെ നോക്കാൻ നേരെ അകത്തോട്ട് കയറി നോക്കുമ്പോ ബിരിയാണിയുടെ കൂടെ ബീഡീഫ് ആക്കാൻ വേണ്ടി അവനെ ഇടിച്ച് പിരിക്കണ്. ഏതോ ഡ്രീം വെള്ളം നേരത്തെ കുടിച്ചു വന്ന നായിക ഇതിനിടയിൽ കയറി ഇടപെടും. അല്ലാതെ ചെവത്തുള്ള ആരും ഇതിലിടെ കയറി ഇടപെടില്ലല്ലോ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇനി അമ്മയെ കാണാതെ അമ്മയെ തിരക്കി മോളും വരും. അവൻ കൃഷ്ണന്റെ കൂടെ വന്നു, അവന്റെ കൂടെ നീ വന്നു. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മളൊക്കെ വിചാരിച്ച പോലെ വെറും ഒരു അബലയും ചബലയുമായ സ്ത്രീയൊന്നും അല്ല ഈ സാധനം. അങ്ങനെ ചിന്തിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഒടുവിൽ മോളയെ എടുത്ത് അവിടുന്ന് രക്ഷപ്പെടുന്ന നായിക ഒരു കിളവനുമായി സന്ധിക്കും. ഇനി ഇയാളാരെന്ന് ചോദിച്ചാൽ അതാണ് കോമഡി. ഒരു കൊച്ചിനെയും പെണ്ണിനെയും വില്ലന്മാർ ചേർത്ത് മർദ്ദിക്കാൻ നോക്കുന്നത് ഒളിച്ചിരുന്ന് കണ്ട ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണ് ഇദ്ദേഹം. പുള്ളിയുടെ ഡ്യൂട്ടി മാത്രമേ ചെയ്യൂ. സീനിയർ ഓഫീസർ പറഞ്ഞ് നീ എല്ലാം സ്പൈ ചെയ്യുക, എല്ലാ കാര്യങ്ങളും കണ്ട് ഇവിടെ ഒന്ന് പറയുക. അത് തന്നെ അങ്ങേര് ചെയ്തില്ല. അതാണ് സ്വന്തം തടി രക്ഷിക്കാനുള്ള ഏക വഴിയെന്ന് അങ്ങേർക്ക് അറിയാം. ബുദ്ധിമാൻ. സാർ, നിങ്ങളുടെ സഹായത്തിന് ഒരുപാട് നന്ദി. പക്ഷേ അവിടെ 2 പോലീസുകാർ വീണ് കിടക്കുന്നത് കണ്ടിട്ടും നിങ്ങൾ എന്താ സഹായം ചെയ്യാതെ വന്നത്? നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്റെ കടമയാണ്. അപ്പൊ വീണ് കിടക്കുന്നവരെ സഹായിക്കേണ്ടത്? അത് എന്റെ ഡ്യൂട്ടി. അതിനിടയില് ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയതും പോലെ അവിടെ കൂടിയിരുന്ന് കുടിക്കണവന്മാരെ ഒരു കുപ്പി അടിച്ചു മാറ്റി, ഒരു കവർ ബിരിയാണി അടിച്ചു മാറ്റി. നമ്മളെ ഓട്ടോക്കാരൻ നൈസായിട്ടങ്ങ് സ്കൂട്ടാകുന്നു. ഇവനുണ്ടല്ല, ഇവര് 2 കൊടുക്കാനുള്ളതാണ്. കൂടെ തന്നെ വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഇടത്തോട്ട് പോകണമെങ്കിൽ ഒന്നുകൂടെ കൊടുക്കും. പറയാതെ കൊണ്ട് കുത്തിച്ചോടനെ കൂടെ ഇടണം. നട റോഡിൽ തോന്നിവാസം പോലെ യൂട്ടേൺ എടുക്കണേന് അവന്റെ യൂക്കാലിപ്റ്റസിനൊന്നും കൂടി. ഇനി സീൻ കട്ടായി നമ്മൾ നോക്കുമ്പോ അല്ല ഈ പോലീസുകാരന്റെ കൂടെ ഇല്ല പെണ്ണും പുള്ളിയും കൊച്ചും വന്നോണ്ടിരുന്നു. ഇപ്പൊ അവരെവിടെ പോയി? ഇയാൾ ഒറ്റയ്ക്ക് പറഞ്ഞടാ. എവിടെയെങ്കിലും കൂടെ താത്തയാടാ നീ അവളാ. അതെങ്ങനെ? വയസ്സായ ബോധം ഇല്ല, ബുദ്ധിയില്ല, കണ്ണിൽ തിമിരുമാണ്, കാഴ്ചയും പോയെന്ന് തോന്നുന്നു. നേരെ പിരിച്ചുവിടാൻ സമയം. ഞാൻ അപ്പഴേ പറഞ്ഞു പുറകിൽ ആളുണ്ടെന്ന്. എന്നാ പിന്നെ അനുഭവിച്ചോട്ടോ. പക്ഷെങ്കിൽ ഈ ഫൈറ്റ് ഒക്കെ തീരുമ്പോ നിങ്ങൾ വിചാരിക്കും ഒരു പരിപ്പുടൻ ചായ വാങ്ങിച്ചിരുന്ന് അവള് വീട്ടിൽ പോകുന്നു കൊച്ചിനെയും കൊണ്ട്. അങ്ങനെയല്ല ഗൈസ്, അവളുടെ വില പിടിപ്പുള്ള ഒരു ബാഗ് നഷ്ടമായെന്ന്. അതും വില്ലന്റെ ഏതോ കണ്ടെയ്നറിനകത്താണ് അതുള്ളത്. അത്ര അങ്ങനെ എന്ത് വില കൊടുത്തും ആ ബാഗ് എടുക്കാൻ അവർ തിരികെ പോകുകയാണ്. എന്നാലും ആ പെട്ടിക്കകത്ത് എന്തായിരിക്കും? പിന്നെ ഒരു ആക്ഷൻ മസാല സിനിമയൊക്കെ ആകുമ്പോൾ ഒരു ഐറ്റം ഡാൻസ് കൂടി വേണ്ടേ? നിങ്ങൾ വിചാരിക്കും തമന്നയോ ശ്രുതിഹാസനോ ഏതെങ്കിലും സ്ത്രീ കഥാപാത്രങ്ങളായിരിക്കും ഐറ്റം ഡാൻസ് കളിക്കാൻ വേണ്ടി വരുന്നത് എന്ന്. കള്ള എന്നാ നിങ്ങൾ തെറ്റിയാണ്. വില്ലൻ തന്നെ തന്റെ ക്ലീവേജ് ഒക്കെ കാണിച്ചു ഒരു പെരുത്ത ഐറ്റം ഡാൻസ് ഒക്കെ കളിക്കും. ആദ്യമായിട്ടാണ് ഞാൻ ഒരു സിനിമയിൽ വില്ലൻ വന്ന് ഐറ്റം ഡാൻസ് കളിക്കണ കാണുന്ന.
കലാകാരനാണ് നീ. കറക്റ്റ് ഇവ ഷേവ് ചെയ്തപ്പോ ജാസി തന്നെ. ഡാൻസ് കഴിഞ്ഞ് വന്ന വില്ലൻ മൈൻഡ് ഒന്ന് ക്രൂഡാക്കാൻ 4 പോത്തിനെ നിരത്തി നിർത്തി വെട്ടി ബെല്ലി കൊടുക്കും. ഇതേസമയം ബാഗ് തേടി ഫുൾ ടീം അവിടെ എത്തുമെങ്കിലും സ്വന്തം ചോര കുഞ്ഞിനെ വളരെ സേഫായിട്ട് 1/2 മണിക്കൂർ മുന്നേ കണ്ട ഓട്ടോ ഡ്രൈവറുടെ കയ്യിൽ ഭദ്രമായി സൂക്ഷിക്കാൻ കൊടുത്തിട്ട് നായക ബാഗ് എടുക്കാൻ അങ്ങ് പോകും. ഈ അപ്പു വീട്ടിൽ മൊണ്ണയാണെങ്കിൽ കൊച്ചിനെ അച്ചാറിടും പോലെ ഒരു ബോക്സിനകത്ത് അടച്ചു വെക്കും. നീ എന്താ അതിനെ കയറ്റി അയക്കാൻ നോക്കണാടാ? ശരിക്കും ഈ സിനിമയിലെ വില്ലൻ നീയാണ്. ബിരിയാണിയുടെ പേരും പറഞ്ഞ് ഒരു പാവപ്പെട്ട സ്ത്രീയെയും കൊച്ചിനെയും പാതിരാത്രി വില്ലന്മാരെ വായിലോട്ട് കൊണ്ട് ഇറക്കി കൊടുത്ത നീ അല്ലടാ ഇതിലെ സീക്രട്ട് ഏജന്റ്. മെയിൻവെൽ വില്ലന്മാരാണെങ്കിൽ ഇവിടെ ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ് നടത്തുവാണ്. മലദ്വാർ ഗോൾഡ് അല്ലയോടാ. ഇതൊരു ആക്ഷൻ പടമാണ്. ഇതിൽ അടി ഇടി പുക വെടി നാറ്റമൊക്കെയാണ് പ്രധാന ചേരുവ. സോ മുൻകൂർ ജാമ്യമൊന്നും ഇല്ലാതെ നായകൻ നേരെ വില്ലന്റെ ആത്മാർത്ഥ കളിക്കൂട്ടുകാരനെ ചുമ്മാ കീറിയും ഇടിക്കും. എടാ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് വെറുതെ മിണ്ടാതെ പോയിരുന്ന കിട്ടിയ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോകാതെ തിരിച്ചു വന്ന് ബാഗ് എടുക്കാൻ വന്നേക്കും. തലക്ക് അടി കിട്ടിയപ്പോ തലച്ചോറില്ലാത്തോണ്ടാണ് അത് കലങ്ങാത്ത. അല്ലെങ്കിൽ കഞ്ഞോളം ഒലിച്ചെന്നെ നോക്കിക്കൂടാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഗുണ്ടകളുടെ മടിയിൽ കയറി അവരെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഈ സ്ത്രീ ഒരു സാധാരണ സ്ത്രീ ആവാൻ വഴിയില്ല. ഒരു പാത്രം ബിരിയാണിക്ക് വേണ്ടിയാണ് ഈ പോരാട്ടം മൊത്തം നടന്നത്. സെക്കൻഡ് ഹാൻഡ് വില്ലൻ അന്ന് വന്നപ്പോ എല്ലാ സിനിമയിലും ഇങ്ങേരും ആ ബോബി ഡികളും വില്ലൻ തന്നെ വില്ലൻ വേഷം ചെയ്ത് ഇതിപ്പോ വീട്ടിൽ ഭാര്യയ്ക്ക് വരെ ഇങ്ങനെ പേടിയാണ്. ചുമ്മാ ഇരിക്കും അങ്ങനെ വിരൂരിപ്പാണെന്ന് എന്തെങ്കിലും വില്ലത്തരമൊക്കെ കാണിച്ചു കളയൊന്നു. ഇത് ഇനിയേ അല്ലേ എന്നുകൊണ്ടാണല്ലോ പേര്. ഉയർന്ന പോലീസുകാരിയാണ്, വലിയ കാര്യമൊന്നുമില്ല, ഒരു അലവലാതി കഥാപാത്രം. അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങ് തൽക്കാലം എടുത്ത് മാറ്റി വെക്കാം. നിങ്ങൾ കണ്ണനിക്കാൻ മതി, എല്ലാം നിങ്ങളുടെ കൺമുമ്പിൽ താനേ വന്ന് നിൽക്കും. തലകീഴെ കിടന്ന അമ്മച്ചി ബാറ്റ്മാനെ ധ്യാനിച്ച് കയറ് ഊരി ഇറങ്ങി. എവളെ തിളക്കണമെങ്കിൽ മൂക്കിനകത്തൂടെ കയറിടണം കേട്ടാ. ഒടുവിൽ അമ്മച്ചി ബാഗ് തേടി വന്നതാണെന്ന് അറിഞ്ഞ ഇവർ ഒരു മൈക്കിലൂടെ ഫുൾ അലേർട്ട് കൊടുക്കും. അപ്പൊ തന്നെ മണ്ടന്മാരായ ഗുണ്ടകൾ ഫിലിപ്സിന്റെ കുറെ ടോർച്ച് അടിച്ചു സൂര്യ വെളിച്ചം മിന്നണ പ്രകാശമുള്ള സ്ഥലത്ത് ടോർച്ച് അടിച്ച ആ പൂരാ സ്ഥലം ഡൂണ്ട് രഹാ ആരെ അമ്മച്ചിനെയും ബാഗിനെയും. 7-6 സൂര്യയെ പോലെ ബോധമില്ലാതെ അവിടെ ഇവിടെ നടക്കുകയാണ്. ഒടുവിൽ തിരഞ്ഞു അവർ കൊച്ചിനെ കണ്ടെത്തും. കൊച്ചിനെ കിട്ടിയ പിന്നെ അമ്മയ്ക്ക് വരാലോ. ഷീ ആൾസോ കമ്മ്. എന്നിട്ടാ ഇവൾ ആരാണെന്നറിയാൻ ഫോട്ടോ എടുത്ത് എല്ലാ ലോക്കൽ ഗുണ്ടകൾക്കും ഫോർവേഡ് മെസ്സേജ് ഇട്ടു. തത്സമയം തന്നെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് പൊട്ടിക്കാൻ വെച്ചിരുന്ന പേപ്പർ ബോംബ് ഫിസിക്സ് തെറ്റി ഇപ്പൊ അങ്ങോട്ട് പൊട്ടും. ഒരു വലിയ ശബ്ദം കേൾക്കും. ഇട്ട ഗ്യാപ്പിൽ അമ്മച്ചി ടക്കറി മിഠായി, ടാപ്പു ടക്കറി മിഠായി, കാജാ കടല മിഠായി, കലക്കലാന്ന മിഠായി. ലവനും ഇവളും ഒന്നാണടേ. അല്ല നിങ്ങളെ ഫേസ് സൂക്ഷിച്ചു നോക്ക്, രണ്ടും ഒരാളല്ലേ, ഇരട്ടാളാടേ. അങ്ങനെ അഗാധമായ ഫൈറ്റിലൊടുവിൽ വിജയം അമ്മച്ചിക്ക്. വില്ലനെ പതിവ് പോലെ പോലീസുകാർ വന്ന് ഇൻവൈറ്റ് ചെയ്ത് സേഫ് ആക്കി കൊണ്ടുപോകും. നിന്റെ കൈ പോയാടാ. മര്യാദയ്ക്ക് ആമ്പൂർ സ്റ്റാർ ബിരിയാണിയിൽ വല്ലതും പോയി ബക്കറ്റ് ബിരിയാണി എല്ലാം വാങ്ങിച്ച് വീട്ടിൽ പോവാതെ ഇപ്പൊ കക്കൂസി പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇടത്തെ കൈയല്ലേ പോയത്. ഈ സുരേഷ് ഗോപി എന്തിനും ഇവിടെ കയറിയിരിക്കണം? പുള്ളി ഇപ്പോഴും സുരമൂടിലാണെന്ന് തോന്നുന്നു. അല്ല വെയിറ്റ്, വേറൊരു കാര്യമുണ്ട്. ഇതിനകത്തൊരു സാധനം നമ്മൾ പറഞ്ഞില്ല. ആ ബാഗ് എന്തിനാണ് ഈ ബാഗ് എടുക്കാൻ പോയെന്ന്, ബാഗിനകത്ത് എന്ത് സാധനമാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്റെ പൊന്നി ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം? 2ാം ഭാഗം കൂടി ഉണ്ട് അത്രേ, വരുമായിരിക്കും. ഇത് അധ്യായം 1 അണലി അധ്യായം 1. ഇതിനകത്ത് ഞാൻ അധികം എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യില്ല, കാരണം കുറച്ച് ബിസി ആയിരുന്നു. സോ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത സാധനമാണ്. നല്ലൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും അപ്പം അറിയാലോ, എല്ലാം പറഞ്ഞ പോലെ നമ്മൾ ഇനിയും കാണും. Love you.